കല്യാണി, രാമു, വിളിച്ചാൽ ഒരെണ്ണത്തിനും കാണത്തില്ലല്ലോ ഡി. രതിമോൾ ഇപ്പൊ വരും. നീ പോയി അവിടെ റൂമൊക്കെ ശരിയാക്ക്. ആ പിന്നെ അവക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ ശരിയാക്കി വെക്കാൻ മറക്കരുത് കേട്ടോ. അമ്മേ. മോളെ, എന്റെ മോള് വല്ലാതെ ക്ഷീണിച്ചു പോയി. ഞാൻ എപ്പോ വന്നാലും അമ്മയ്ക്ക് ഇതേ പറയാനുള്ളൂ. ആ, മോടെ പരീക്ഷയൊക്കെ കഴിഞ്ഞല്ലോ. ഇനി നീ പഠിക്കാനൊന്നും പോവണ്ട. ശേഖരൻകുട്ടി ഒറ്റയ്ക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. മോള് കൂടെ ഉണ്ടെങ്കിൽ അവനൊരു സഹായമായിരിക്കും. അതൊന്നും പറ്റില്ല, എനിക്കിനിയും പഠിക്കണം. വന്ന് കയറിയപ്പോഴേക്കും അമ്മയും മകളും വഴക്ക് തുടങ്ങി. ആ, രതിയുടെ പരീക്ഷയൊക്കെ എങ്ങനെയിരുന്നു? അതാലോചിച്ച് ആരും വിഷമിക്കണമെന്നില്ല. എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടും. അല്ലെങ്കിൽ എന്റെ മോള് പഠിക്കാൻ മിടുക്കിയ. എനിക്കിനി ഒരാഗ്രഹമേ ഉള്ളൂ, ഇവളെ കല്യാണം കഴിച്ച് കാണണം. ഈ അമ്മയ്ക്ക് ശേഖരൻകുട്ടി, എന്റെ മോള് ഇപ്പോഴും ഒരു കൊച്ചുകുട്ടിയെ പോലെയാ. നീ അവളെ വിഷമിപ്പിക്കരുത് കേട്ടോ. ഇല്ലമ്മായി, രതിയുടെ സന്തോഷമായിരിക്കും. സോറി മിസ്റ്റർ ശേഖർ, നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ രതിയെ ഒന്ന് തനിയെ കണ്ട് സംസാരിക്കാൻ വന്നതാ. എനിക്ക് ഡ്രസ് ചെയ്യണം. നൗ ബെറ്റർ യു ഗോ ഔട്ട്. ഞാൻ പിന്നീട് വിളിക്കാം. വേണ്ട, പിന്നെ ഈ സൗകര്യം കിട്ടിയെന്ന് വരില്ല. രതി ഡ്രസ് ചെയ്യൂ, ഞാനിവിടെ വെയിറ്റ് ചെയ്യും. കമോൺ, എന്താ പറയാനുള്ളത്? രതി ഈ ഡ്രസ്സിൽ അതിസുന്ദരിയാണ്. വന്ന കാര്യം പറയൂ. അമ്മയൊന്നും പറഞ്ഞില്ലേ? ഇല്ല. വിവാഹ കാര്യമാണ്. ഓ, കൺഗ്രാറ്റുലേഷൻസ്. എന്നാണ്, എവിടുന്നാണ്? ഓ സാരി, രതിയും ഞാനുമായിട്ടുള്ള വിവാഹ കാര്യമാണ്. നിന്റെ അഭിപ്രായം അറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അമ്മക്കിത് ഇഷ്ടമാണ്, രതിക്കും. വെയിറ്റ്, എന്റെ ഇഷ്ടം ഇപ്പോൾ നിങ്ങൾ അറിയണ്ട. എന്തായാലും വിവാഹത്തെ പറ്റി എനിക്കുള്ള അഭിപ്രായം നാളെ എന്റെ ബർത്ത്ഡേ പാർട്ടിയിൽ പറയും. വെരി ഗുഡ്. മതി, അത് മതി. രതിയുടെ അടുത്ത ബർത്ത്ഡേ സെലിബ്രേഷൻ എന്റെ ബംഗ്ലാവിൽ വെച്ചായിരിക്കും. ആയിക്കൂടുന്നില്ല, നിങ്ങൾ താമസിക്കുന്ന ബംഗ്ലാവും എന്റേതാണല്ലോ. ഹാപ്പി റിട്ടേൺ. താങ്ക് യു. രതി, നെക്സ്റ്റ് ഐറ്റം എന്റർടൈൻമെന്റ്. വരട്ടെ, എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇനി എത്തിയിട്ടില്ല. വരട്ടെ, അതുവരെ ഇങ്ങനെ മറ്റുള്ളവരെല്ലാരും കാത്തിരുന്ന് ബോറടിക്കണോ? കമോൺ കമോൺ. എക്സ്ക്യൂസ് മീ, എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളെ ഞാൻ തന്നെ പരിചയപ്പെടുത്താം. മിസ്റ്റർ രവി. മോളെ, ഇതെന്റെ അമ്മയാണ്. നമസ്കാരം. അമ്മേ,
ഈ വിവാഹമാണ് എനിക്കിഷ്ടം. ഞങ്ങളെ അനുഗ്രഹിക്കണം. നിന്റെ സന്തോഷമാണ് മോളെ എന്റെയും സന്തോഷം. പക്ഷേ നിനക്ക് എന്നോട് നേരത്തെ പറയാമായിരുന്നില്ലേ? അമ്മ എന്നോട് ക്ഷമിക്കണം. ഹലോ മിസ്റ്റർ ശേഖർ, മീറ്റ് മിസ്റ്റർ രവി, മൈ ഫിയാൻസെ, എന്റെ ഭാവി വരൻ. ഹലോ. ഹലോ മിസ്റ്റർ ഗോപി, സുഖം തന്നെയല്ലേ? പിന്നല്ലേ, പരമസുഖമാണ് അല്ലേ ഗോപി? ഞാൻ ഗോപിയല്ല, മൈ നെയിം ഈസ് രവി. രവി, നല്ല പേര്, കൊള്ളാം. ഞാൻ ഗോപി എന്ന് ധരിച്ചു. ഇറ്റ്സ് ഓൾ റൈറ്റ്, നോ മൈൻഡ്. അമ്മായി, ഈ വിവാഹം നടക്കാൻ പാടില്ല. ഇവൻ രവിയല്ല, ഗോപിയാണ്. കൊലപാതകയായ ഗോപി, പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ ഗോപി. ഈശ്വര, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നിങ്ങൾ എന്ത് വിട്ടിസമാണ് ഈ പറയുന്നത്? രവി എന്റെ പ്രൊഫസറുടെ മകനാണ്. കഴിഞ്ഞ 2 വർഷമായി ഞങ്ങൾ പരിചയത്തിലാണ്. ഗോപിയാണത്രേ. നോൺസെൻസ്. എക്സ്ക്യൂസ് മീ. ബൈ ദ വേ, മിസ്റ്റർ ശേഖർ ഇങ്ങനെ തോന്നാനുള്ള കാരണം എന്താണ്? നിങ്ങൾ പറയുന്ന ഗോപിക്ക് എന്റെ ഛായയുണ്ടോ? ഗോപി, എന്റെ മുമ്പിലാണോ നീ ഇങ്ങനെ അഭിനയിക്കുന്നത്? ഈ ശേഖരനെ നീ ഇനിയും ശരിയായി മനസ്സിലാക്കിയിട്ടില്ല. രവിയായി വന്ന് ഗോപി, നിന്നെ ഞാൻ ഗോപിയായി തന്നെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കും. ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ. പ്ലീസ്. ഏതായാലും ഇത് ശരീരത്തിനത്ര നല്ലതല്ല. Come on, Ravi. Come on. രവി, രവി, ആ ശേഖറും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്? അയാൾ ഞങ്ങളുടെ എസ്റ്റേറ്റ് മാനേജരാണ്. എന്നെ വിവാഹം കഴിക്കണമെന്നാണ് അയാളുടെ മോഹം. എന്തും ചെയ്യാൻ മടിക്കാത്തവനാ. രവിക്ക് അയാളെ ഇത്ര ഭയമാണോ? എന്നാൽ ഈ കുഴപ്പത്തിൽ നിൽക്കേണ്ട കാര്യമില്ലായിരുന്നു. ഏത് കുഴപ്പത്തിന്? നമ്മൾ തമ്മിലുള്ള വിവാഹത്തിന്. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, പറഞ്ഞേക്കാം. ഹേയ് രവി, ഞാൻ വരട്ടെ, അമ്മ എന്നെ അന്വേഷിക്കും. ഓക്കെ, ഓൾ റൈറ്റ്, സീ യു. ബൈ.
എന്ത് പറയുന്നതാ ഗോപി? നീ രവിയോ ഗോപിയോ? ഞാൻ രവിയെ വിവാഹം ചെയ്യുന്നോണ്ടാണെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. പക്ഷെ ഞാൻ ഗോപിയല്ല, രവിയാണ്. കള്ളറാസ്കൽ, നീ രവിയാണെന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കണം. എടാ, എന്നെ എതിർക്കാനും എന്നോട് പകരം ചോദിക്കാനുമല്ലേ നീ വന്നിരിക്കുന്നത്? അതിനു വേണ്ടിയല്ലേ രവിയെ കൂടി തട്ടിയെടുക്കാൻ നീ ശ്രമിക്കുന്നത്? നിന്റെ അവസാനമാണെന്ന്. നീ ഇനി ജീവനോടെ തിരിച്ചു പോകുകയില്ല. അമ്മേ അമ്മേ അമ്മേ, ഗോപിമാമൻ. ഗോപിമാമനോ? എവിടെയാ മോനെ? ഗോപിമാമനെ 5-6 ആൾക്കാർ കൂടി അടിക്കുന്നു. അയ്യോ, എവിടെയാ മോനെ? ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ഡ്രൈവർ? അയ്യോ പാവം സ്ത്രീ, ഇതിന്റെ കൂടെ ആരില്ലല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ അടുത്തുള്ള ആശുപത്രിയില്ലേ, അങ്ങോട്ട് കൊണ്ടുപോകാം. എന്റെ അമ്മ എവിടെ കൊണ്ടുപോകുന്നു? എനിക്ക് എന്റെ അമ്മ അടുത്ത് പോകണം. നമുക്ക് അമ്മയെടുത്ത് പോവാം. മോനെ, ഈ മാമൻ കൊണ്ടുപോകാം.